ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ പാലക്കാടുള്ള ഉഷ ചേച്ചിയാണ്, നമ്മുടെ ഉഷ മാമാണ് ഈ ഒരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് തന്നേക്കുന്നത്. മാമാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്ക വീഡിയോസ് ഇടുമ്പോഴും അതിൽ നിന്ന് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 month ആവുമെന്ന് തോന്നുന്നു എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ട്. എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ ഫ്ലവറിങ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നു. ചാനലിൽ ഇട്ടോളാൻ പറഞ്ഞ് തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറൊന്നുമില്ല. കാരണം കുറച്ച് പേരൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻസ് തരാറുണ്ട്. ഫ്ലവറിങ് ആയി നിൽക്കുന്നതും, ജമന്തി ആയാലും അതുപോലെ റോസ് ആയാലും ലോട്ടസ് ആയാലും നമുക്കതിൻ്റെ റിവ്യൂസ് ഷെയർ ചെയ്ത് തരാറുണ്ട്. ഒരുപാട് പേര് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ സെല്ലർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് മറ്റൊരാളുടെ വീട്ടിൽ ഫ്ലവറിങ് ആയി എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ, അതെത്ര മാത്രമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെയ്യുന്നൊരു റിസ്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. റോസ് പ്ലാന്റ്സ് കൊറിയർ അയക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് പ്രശ്നം വരത്തില്ല. അപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ കാര്യം തന്നെ പറയാം. ലോട്ടസൊക്കെ ആണെങ്കിൽ ട്യൂബറാണ്. ഏകദേശം ഒരു 15 ദിവസം വരെ നമ്മളിത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇപ്പോൾ പ്രശ്നം പറ്റാണ്ടിരിക്കുന്ന ടൈപ്പുകളാണ്. ജിഫിയിൽ വെച്ചൊക്കെ അയക്കുമ്പോഴാലും അധികം പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ റോസ് പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ കൊറിയർ ഡിലേ ആയിക്കഴിഞ്ഞാലൊക്കെ ചീത്തയായി പോകാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് റോസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നഴ്സറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് മേടിച്ചുകൊണ്ട് വെച്ചാൽ പോലും നിന്ന പാടെ തന്നെ കരിഞ്ഞു പോകുന്ന ടൈപ്പാണ് ഈ റോസ് എന്ന് പറയുന്നത്. അത്രമാത്രം കെയർ കൊടുത്താലേ റോസ് നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, കൊറിയർ ത്രൂ പ്ലാന്റ്സ് അയക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്ലാന്റ്സ് ഇത്രയും ഹെൽത്തി ആയിട്ട് വളർത്തിയെടുത്ത് ഫ്ലവറിങ് ആക്കി അതിൻ്റെ വീഡിയോ നമ്മളിലേക്ക് എത്തിച്ച് തരുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഷെയർ ചെയ്യുന്നതിനും അപ്പുറം ആയിരിക്കും ആ ഒരു സന്തോഷം. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, അത്രമാത്രം സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും കൂടെ ഉള്ളൊരു കാര്യം, എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും റോസ് മേടിച്ചവരുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്സും കാര്യങ്ങളും അയച്ചു തരാം. ഇപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ ഇപ്പോൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ഇടുന്നുണ്ട്, ഫ്ലവർ ആയി, ഹെൽത്തി പ്ലാന്റ്സ് ആണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. ചിലത് ഇപ്പോൾ നമുക്ക് ഡാമേജസ് ഒന്നും അധികം അങ്ങനെ വരാറില്ല. എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ അത് കൊറിയറിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കൊറിയർ കിട്ടുന്ന സമയത്ത് ഒടിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടുക. അങ്ങനെ അതേ കൊറിയറിൻ്റെ ഡിലേ കൊണ്ട്, അതായത് നമ്മളിപ്പോൾ അയച്ചു കഴിഞ്ഞ് DTDCക്കാരുടെ മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ടും കാര്യങ്ങളും റീഫണ്ടല്ല, നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുത്തു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഈ ഒരു റോസ് പ്ലാന്റ്സ് ഇങ്ങനെ നിൽക്കുന്നത്. അതിന് എൻ്റെ ഗാർഡനിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ റോസ് പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എനിക്ക് തന്നതിൽ ഒത്തിരി 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 സന്തോഷം, ഒരുപാട് നന്ദി പറയുവാണ്. ബട്ടൺ റോസ് നമ്മൾ കൊടുത്തിട്ടുള്ള മിനിയേച്ചർ ടൈപ്പ് റോസസും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്നും ജ്യോതി മാമാണ്, പിന്നെ ഉഷ മാം ഒരുപാട് വട്ടം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കോംബോ ഓഫറുകളായാലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ളതൊക്കെയാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ മാം കെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഈ പ്ലാന്റ്സിനെ നോക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ കുറച്ച് ക്ലാരിറ്റിയുടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് ഫോണിൽ നമുക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്കാണ് കേട്ടോ ഇതിങ്ങനെ വരുന്നത്. വാട്സപ്പിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് തരുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.